ഹായ് സുന്ദരീസ്. ഞാനുണ്ടല്ലോ ഒരു 5 to 6 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത് പല പല ഡിസ്ട്രിക്റ്റിലും പല പല സ്റ്റേറ്റിലുമാണ്. എൻ്റെ കയ്യിലിരിപ്പോണ്ടല്ല, എൻ്റെ അച്ഛൻ ബാങ്കിലായതുകൊണ്ട് നമ്മളിങ്ങനെ ട്രാൻസ്ഫറായി മാറി മാറി പോണോണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളൊരു സംഗതിയേ ഉണ്ടായിട്ടില്ല. അതുപോലെ കോളേജിലെത്തിയപ്പോഴും എനിക്ക് ഈ കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒട്ടും തന്നെ കഴിവില്ലാണ്ടായി. അപ്പോൾ അതുകൊണ്ട് കോളേജിലും എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഇത് എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുകയും നമുക്ക് അങ്ങനെ ഇല്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക് പലപ്പോഴും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡായി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷേ എന്നാലും ഇടയ്ക്കൊക്കെ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു 30 വയസ്സൊക്കെ അറൗണ്ട് ആ ഒരു ടൈമിലാണ് എൻ്റെ ലൈഫിൽ ഇവഞ്ച്വലി ഓരോ ആളുകൾ കടന്നു വരികയും എവിടെ നിന്നൊക്കെ എങ്ങനെ കടന്നു വരിക, അവർ പതിയെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും അതേപോലെ തന്നെ എൻ്റെ സങ്കടത്തിൽ സങ്കടപ്പെടുകയും എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫ്രണ്ട്സ് ഇല്ലല്ലോ, എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയയിലത്തെ ഓരോന്നൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കിങ്ങനെ കൊതിയാവും. എല്ലാവരുടെയും ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ സങ്കടം തോന്നും. പക്ഷെ നമ്മൾ പെട്ടെന്ന് ചാടി കയറി ഓരോ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ പലപ്പോഴും അത് ടോക്സിക്കായി മാറും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോവാണ്ട് നമ്മൾ നമ്മളിൽ തന്നെ ഹാപ്പിനെസ് കണ്ടെത്തുകയും അതേപോലെ തന്നെ ഇവഞ്ച്വലി നമ്മളിലേക്ക് വന്നു ചേരുന്ന ആളുകളുണ്ടാവുമല്ലോ, അവർ പലപ്പോഴും വളരെ നല്ലതായി മാറുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാവുമെന്ന് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ.